നടപടിയാവുകയാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി അവന് കയറേണ്ട വല്ല കാര്യമുണ്ടോ? ആണോ, ഒരു പണി കൊടുക്കാം. അധികം സ്റ്റീപ്പില്ല, പക്ഷെ ഫ്രണ്ടിലോട്ട് നല്ല അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. നല്ല പെയിൻ്റ് കേട്ടോ. ഞാൻ ഈ ചേട്ടൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഫ്രണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ഇതിലും വലിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. നൈസ് ജിപ്സി. സാധ്യതകളൊക്കെ ഉണ്ട് പറഞ്ഞ് തീർന്നില്ല. വേണ്ട വരുന്നു ഡ്രോപ്പ്, മഴയുടെ ഡ്രോപ്പ് വീണ് കഴിഞ്ഞു ഹെൽമെറ്റിൽ. സോ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം വരെ പോവാണ്. എറണാകുളം വരെ പോകാനുള്ള പരിപാടിയാണ്. സമയം ഇപ്പം നിലവിൽ 12:26 അപ്പോൾ ഞാൻ നമ്മുടെ ഡ്യൂക്കിലാണ് ഇന്ന് പോകുന്നത്. കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കാണണം. പിന്നെ ഒരു കാര്യമുണ്ട്, അത് പോസിബിൾ ആവുമോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പോൾ കുറച്ച് വിൻ നോയ്സ് കേൾക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം നല്ല പോലെ വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. ആൻഡ് ഇപ്പം നമ്മൾ ഏകദേശം കുറവലങ്ങാട് എത്തി. ഇനി ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാണ്. ഇന്നിപ്പോൾ ഇവിടെ മുഴുവൻ മഴക്കാലമാണ്. സോ റോഡിൽ വെള്ളമുണ്ടോ എങ്ങനെ സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല. ബട്ട് ഐ എം ഗോണ ട്രൈ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അതായത് കുറവലങ്ങാട് വൈക്കംകാവിലയിൽ പുഴ പോലെ വെള്ളം വരുവാന്ന്. സോ ഇവിടെയൊക്കെ അന്ന് വന്നപ്പോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് താന്നു. ഇതിലൊക്കെ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ആൻഡ് ഫ്രണ്ടിൽ അവിടെയായിരുന്നു പുഴ പോലെ, അതായത് അവിടെ നിന്ന് ഒഴുകി വരുമായിരുന്നു വെള്ളം. സോ പിന്നെ ഞാൻ അത്ര റിസ്ക് എടുത്തില്ല. ഞാൻ കാറുമായിട്ട് വന്നതുകൊണ്ട് അത്ര റിസ്ക് എടുത്തില്ല. അൾട്ടോ ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് റിസ്ക് എടുക്കാതിരുന്നത്. അവിടെ നിന്ന് വേണ്ട ഇപ്പോഴേ ഇവിടെയായിരുന്നു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരുന്നത്. ആ വാഗണർ, ബ്ലൂ കളർ വാഗണർ കിടക്കുന്ന അപ്പുറത്തോട്ട് കണ്ടോ, ആ വഴി കൂടെ ഫുള്ള് ഒഴുകി വരുമായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഒരു ഹാർഡ് കോർ സീനായിരുന്നു. ഷോർട്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് കുറവലങ്ങാട് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞത് ഇപ്പോൾ നേരെ പോകുന്നത് കടുത്തുരുത്തിക്കാണ്. ഇവിടെ നേരെ നമ്മുടെ തോട്ടുവ വരും. തോട്ടുവ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കടുത്തുരുത്തിയിൽ നിന്ന് നേരെ നമ്മുടെ തലവലപ്പറമ്പിൽ നിന്ന് തൃപ്പൂണിത്തറ വഴി എറണാകുളം. തോട്ടുവായിൽ നിന്ന് റൈറ്റ് എടുത്തു. നേരെ ഇപ്പം നിലവിൽ കടുത്തുരുത്തി എത്താറായി. അത്യാവശ്യം വീതി കുറവാണ് വഴിക്ക്. എറണാകുളം പോകുന്ന മെയിൻ വഴിയാണ്, പക്ഷേ വീതി നല്ല പോലെ കുറവാട്ടോ. ഇതിലേക്കൊരു ബസ് വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇന്ന് മഴ പെയ്യുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴക്കാലമാണ്. സോ അതിനുള്ള പ്രിക്കോഷൻ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഞാൻ കാർബണയുടെ ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ റെയിൻ കോട്ടും കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല, അത് കാരണം. ആൻഡ് ടു ബി ഓണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ടും റെയിൻ ലൈനറും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർബണയുടെ ബാക്ക് പാക്കിൽ ഓൾറെഡി തന്നെ നമ്മുടെ റെയിൻ ലൈനർ വരുന്നുണ്ട്. സോ ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ ബാഗ് നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ്. അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വാട്ടർ പ്രൂഫ് ആണ്, കാരണം അതിൻ്റെ സിബിൻ്റെ അകത്തൊന്നും വെള്ളം കയറത്തില്ല. സോ നിങ്ങളൊരു നല്ലൊരു ബാക്ക് പാക്ക്, അതായത് ഒരു ലൈഫ് ടൈം, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ കാർബണയുടെ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും കംഫർട്ടബിൾ ബാഗാണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ചെറിയൊരു ഇഷ്യൂ വന്നു. സോ ഈ ബ്രാൻഡഡ് സാധനം മേടിക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് റീപ്ലേസ് ചെയ്ത് ഫ്രീ ആയിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടി ഒരു 1 വീക്കിനുള്ളിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു പവർ ബാങ്കിൻ്റെ ഇഷ്യൂ. ആൻഡ് ഫൈനലി പവർ ബാങ്ക് അവർ പുതിയത് എനിക്ക് റീപ്ലേസ് ചെയ്ത് പുതിയത് എനിക്ക് അയച്ചിട്ടുണ്ട്. ഒരു 5-ാം തീയതി, ജൂൺ 5-ാം തീയതി കിട്ടുമെന്നാണ് പറഞ്ഞത്. ലെറ്റ് സി. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ കാരണം ഡെലിവറിയൊക്കെ കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ മാക്സിമം അവർ നേരത്തെ ആക്കാൻ വേണ്ടി അവർ മാക്സിമം നോക്കിയായിരുന്നു, പക്ഷെ നടന്നില്ല. സോ നമ്മളിപ്പോൾ വേണ്ട കടുത്തുരുത്തി എത്താറായി. റൈറ്റാണ് തിരിയേണ്ടത്, നേരെ തലവലപ്പറമ്പ്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് കോറായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് തൂളാൻ തുടങ്ങി. ചില്ലറ മഴ പെയ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ചെറിയൊരു മഴ തൂളൽ. പക്ഷേ ഇതിൽ ഞാൻ എന്തായാലും നിർത്തുന്നില്ല, ബിക്കോസ് നിർത്തേണ്ട ആവശ്യമില്ല. വളരെ മിനിമലായിട്ടുള്ള തൂളലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കട്ടെ, മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിടാം. കാരണം എനിക്ക് നനയാൻ താല്പര്യമില്ല. കാരണം 1-2 അടുത്ത് കയറാനുണ്ട്, എടുക്കാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് സൗദിയിൽ നിന്ന്, പുള്ളിനെ ഒന്ന് കാണുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നനഞ്ഞ് കുളിച്ച് പോകാനുള്ളൊരു മൈൻഡില്ല. സോ
ഒരുപാട് മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കയറിയിട്ട് റെയിൻ കോട്ട് എടുത്തിടുന്നതായിരിക്കും ഗൈസ്. ഞാൻ മോസ്റ്റ്ലി രാത്രി പകലൊക്കെ വരുമ്പോൾ കയറുന്നൊരു ഷോർട്ട് കട്ടാണിത്. ആക്ച്വലി ഇത് നമ്മുടെ തലോലപ്പറമ്പ് ടൗൺ ബൈപ്പാസ് ചെയ്യും. അവിടെ നിർത്താമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് റെയിൻ കോട്ട് എന്തായാലും ഇട്ടേക്കാം. ക്യാമറ വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് ഒരുപാട് അങ്ങനെ ഹാർഡ് കോർ മഴയില്ല, പക്ഷേ എന്നാലും ഒരു ചെറിയൊരു പേടി. കാരണം ഗോപ്രോ വാട്ടർ പ്രൂഫ് ആണ്, എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. മഴയില്ലേ? ഇങ്ങോട്ടില്ലേ? പിന്നെ ഇങ്ങോട്ട്. സോ മഴ ഇപ്പോൾ അധികം കാണുന്നില്ല. സോ ഐ തോട്ട് കുറച്ചും കൂടെ ഓടിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം ഗോണ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തായാലും റെയിൻ ലൈനേഴ്സ് എല്ലാം എടുത്തിടാം. ഒരുപാട് അങ്ങനെ ഓവറായെന്നല്ല, പക്ഷെ ഉണ്ട്, അത്യാവശ്യം തൂളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗോപ്രോ ഞാൻ ഊരി വെച്ചില്ല, ബിക്കോസ് ഒരുപാട് ഹെവി റെയിൻ ഇല്ല. അത്യാവശ്യം ഈ മഴയത്തൊന്നും ഗോപ്രോയുടെ പെർഫോമൻസിൽ കുറവൊന്നും വരത്തില്ല. അങ്ങനെ ഒരുപാട് ഓവർ മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഓവറൊന്നുമില്ല, പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ഗൈസ്, പണിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെയിൻ കോട്ടെല്ലാം എടുത്തിട്ടത്. ബിക്കോസ് അല്ലേ പിന്നെ ഒരു നനഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറൊരു വൃത്തികെട്ടൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് 1-2 സ്ഥലത്ത് കയറാനും എടുക്കാനൊക്കെ ഉണ്ട്. കാർബണാടോടെ ഞാൻ ഓൾറെഡി റെയിൻ ലൈനർ വലിച്ചിട്ടു. ബിക്കോസ് അതിൻ്റെ താഴെ തന്നെ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണ് റെയിൻ ലൈനർ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എടുത്തിടാനും വെക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ സെറ്റ് ചെയ്തു. ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഒരു കവർ എടുക്കണം എന്ന് ഓർത്താണ്, ആ കാര്യം ഞാൻ വിട്ടുപോയി. ബിക്കോസ് ചെറിയൊരു സംഭവം ഉണ്ടായി. കാരണം വീട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്കും ഗോപ്രോയുടെ ഒരു ബാറ്ററി കാണുന്നില്ല. കുറേ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു, കാണുന്നേ ഇല്ല. ഞാൻ ആക്ച്വലി കാർബണാടോയുടെ ബാഗല്ല കൊണ്ടുവരാനിരുന്നത്, വേറൊരു ബാഗായിരുന്നു. അപ്പോൾ ആ ബാഗ് എൻ്റെ ഒരു സൈഡിലത്തെ ചെറിയൊരു കള്ളിക്കകത്ത് ഞാൻ എടുത്തു വെച്ചായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ പെട്ടെന്ന് വിട്ടുപോയി. പിന്നെ തപ്പി മടുത്ത് കഴിഞ്ഞാണ് ഓർമ്മ വന്നത്, അയ്യോ അതിൻ്റെ അകത്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഒരു കൂടെടുത്ത് വെച്ചായിരുന്നു, അത് ഇതിൻ്റെ അകത്ത് എടുത്ത് വെക്കാൻ വിട്ടുപോയി. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. സോ ഫാർ സോ ഗുഡ്. നമ്മൾ തലയോലപ്പറമ്പ് കഴിഞ്ഞു, എറണാകുളം റൂട്ടിലാണിപ്പോൾ. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. കാരണം നമ്മുടെ കയ്യിലും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. മഴക്കാലമാണ്, മഴ നനഞ്ഞേ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗോപ്രോയ്ക്കൊന്നും പറ്റാതിരുന്നാൽ മാത്രം മതിയായിരുന്നു, വേറെ ഒരു പ്രശ്നവുമില്ല എനിക്ക്. സോ ഫാർ ഇവിടെയൊക്കെ നല്ലപോലെ പച്ചപ്പൊക്കെ ആയി, നൈസ്. ഞാൻ ആദ്യം നിർത്തിയ കടയിൽ കയറാമെന്ന് ഓർത്തായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വലിയ മഴയില്ല, കുറച്ചുകൂടെ ഓടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് മഴയാണെന്നുണ്ടെങ്കിൽ പിന്നെ റെയിൻ കോട്ട് ഇടാമെന്ന് ഓർത്താൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നത്. നമ്മളിവിടെ എത്തുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ നല്ല അടിപൊളി മഴയായിരുന്നു ഇവിടെ എല്ലാം. ഇപ്പം നിലവിലെ മഴയെല്ലാം കുറഞ്ഞു. വണ്ടി ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഡ്യൂക്ക് അങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ റെയിനിൽ ഓടിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. ഓടിക്കാനും നല്ല സ്മൂത്താണ് ചിറയിൽ. സോ ഞാൻ എറണാകുളത്ത് ആക്ച്വലി ഞാൻ യൂഷ്വലി ഇങ്ങനെ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാക്കാറില്ലായിരുന്നു. ബിക്കോസ് ഡെയിലി വ്ളോഗ്സ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാക്കാറില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ബിക്കോസ് ഞാൻ അതിനനുസരിച്ച് ഇടുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ കൂടുതലും ട്രാവലിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ട്രാവലിംഗ് വീഡിയോസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. അതുപോലെ തന്നെ 360 ഞാൻ ഓർമ്മ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ഇതിൽ വീഡിയോസിൽ ഞാൻ 360 ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 360 സത്യം പറഞ്ഞാൽ ബാഗ് ഇരിപ്പുണ്ട്. മഴ കാരണം ഞാൻ പിന്നെ പുറത്തോട്ട് ഇറക്കിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നടക്കുമോ നടക്കില്ലയോ എന്നെനിക്കറിയില്ല. നടപടി ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 360യുടെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാൻ 360 കയ്യിലെടുത്തത് തന്നെ. കണ്ടില്ല, ബസ്സുകാരൊന്നും ഒരിക്കലും ഒന്ന് നോക്കുക പോലും ഇല്ല, പുറകെ വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും. അവർക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുത്തിക്കയറ്റി, അത്രേ ഉള്ളൂ അവർക്ക്. അവിടുന്ന് ഒരു പജേറോ കയറാൻ നിൽപ്പുണ്ട്, ഒരു ഓൺ അടിച്ചേക്കാം. ഇനി അവനെ കണ്ടില്ലെങ്കിൽ നമ്മളെ ഓണടി കേട്ടെങ്കിലും ശ്രദ്ധിക്കുമെന്നറിയാലോ. പണി കിട്ടി. ഇവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഓ, നല്ല പണിയായല്ലോ. വെള്ളം അത്യാവശ്യം നല്ല ഡീപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ വണ്ടിയെല്ലാം അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്കിപ്പോൾ കാണിക്കുന്ന മൈലേജ് 41.6 ആട്ടോ.
സോ ഒരുപാട് അങ്ങനെ ഓവർ സ്പീഡൊന്നുമില്ല, അത്യാവശ്യം ഒരു 75-ലൊക്കെയാണ് പോകുന്നത്. അവിടെ നിന്ന് ബൈക്കൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഞാനിവിടെ കുറച്ച് വെള്ളം പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഇത്രയും വെള്ളം ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ഇനിയിപ്പോൾ അവിടുത്തെ വണ്ടിയെല്ലാം വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. ഓഫ് ചെയ്തേക്കാം വണ്ടി എന്തായാലും. ഓഹോ, ഒരുപാട് സ്റ്റീപ്പ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ബട്ട് നല്ല കുഴിയുണ്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ എന്തായാലും. ഒരു എൻഡോർക്ക് വരുന്നുണ്ട് ഗൈസ്, എൻഡോർക്ക് വരുന്നുണ്ട്. അയ്യോ, കടലിലെ വെള്ളം തിരമാല അടിക്കുന്ന പോലെ ആയിപ്പോയി. കൊള്ളാം. അയ്യോ, അവിടെ എവിടെയോ സെൻറ്ററിലൊരു കുഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വരും. അതിൻ്റെ ഇടയ്ക്ക് കയറുന്ന കുറേ എണ്ണം, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ടിലോട്ട് കയറിയത്. ഓ മൈ ഗോഡ്, പതുക്കെ പോടൂ. കണ്ടില്ല, മനഃപൂർവ്വം ദേഹത്തോട്ട് വെള്ളം തുറപ്പിക്കാൻ വേണ്ടി. കൊള്ളാം. ത്രീ 360 കൂടെ ഉണ്ടായിരുന്നത് നല്ല രസമായിരുന്നു. വരൂ. എന്തായാലും നമുക്ക് പോയേക്കാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തൊരു പരിപാടി അല്ലല്ലോ ആ കാണിച്ചത്. അവിടെ നിന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്നത്. ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാ. ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി അവന് കയറേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പണി കൊടുക്കാം, മനസ്സിലായോ? ഇത്രയും വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക്. സോ ഇറ്റ്സ് ലിറ്ററലി സ്റ്റീപ്പ്. കുത്തിക്കഴപ്പങ്ങ് മാറി കിട്ടി. പക്ഷെ ഇവിടെ അധികം സ്റ്റീപ്പില്ല, പക്ഷെ ഫ്രണ്ടിലോട്ട് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. അവിടെ ഒരു കുഴിയുണ്ട്. പോകത്തില്ല ഏട്ടാ, പോകത്തില്ലേ? ഓക്കെ. ഇല്ല, ഞങ്ങളവിടെ നിർത്തിയതാ. അപ്പൊ ഇവൻ ഇങ്ങോട്ട് ഇടയ്ക്ക് കയറിയോണ്ട് ഞങ്ങൾ കയറിയതാ. ഓക്കെ. എൻ്റെ തന്നെ. അവിടെ ഒരു മോഡിഫൈഡ് സ്വിഫ്റ്റ് കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഒരു പുള്ളിയുടെ വണ്ടി ഓഫായിപ്പോയി. ഐ തിങ്ക് വെള്ളം കയറി കാണും. അയ്യോ, പണി കിട്ടി. റൈറ്റ് സൈഡ് കയറാൻ പറ്റത്തില്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ മാക്സിമം ചേർന്ന് പോകണം. ആൻഡ് ടു ബി ഓണസ്റ്റ്, അവിടെ നിന്നൊരു സ്വിഫ്റ്റ് വരുന്നുണ്ട്, ഒരു ആംബുലൻസും വരുന്നുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നത് കയറിയപ്പോൾ എങ്ങാണ്ട് ഓഫായിപ്പോയി. വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതല്ല, പണി കിട്ടും. സോ അവിടെ ആ സ്വിഫ്റ്റ് കിടക്കുന്നതിൻ്റെ അവിടെ ഒരു കുഴിയുണ്ട്. അതല്ല, അവിടെ ഒരു കുഴിയാ, അതാ. അല്ല, ഇപ്പം എന്തിനാ ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്നത്? രാവിലെയും ഇതുപോലെ ലൈറ്റ് വെച്ചിട്ട് എന്തിനാണോ? വെറുതെ അല്ല MVD കിടന്ന് ഈ പിടുത്തം മുഴുവൻ പിടിക്കുന്നത്. രാത്രി അല്ലെങ്കിൽ വല്ല മഞ്ഞത്തും യൂസ് ചെയ്യേണ്ട സാധനം ഈ ഉച്ചയ്ക്ക് 1:05 യൂസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെ, കണ്ണിന് വേദന എടുക്കുന്നുണ്ട്. അല്ല, മഴയാണെങ്കിൽ ഇത് ഫോഗിന് യൂസ് ചെയ്യുന്ന സാധനം അത്. നല്ല പെയിൻ്റ് കേട്ടോ. 1 by 1 ആയിട്ട്. ഉയ്യോ, അവിടെ ഒരു വലിയൊരു കുഴിയാട്ടോ. അടുത്ത വണ്ടി ഓഫായി ഗൈസ്. അവിടെ ഭയങ്കര വലിയൊരു കുഴിയാ. 6 ഇരിപ്പില്ലേ? ഭയങ്കര വലിയ കുഴിയാന്ന് തോന്നുന്നു.
ദൈവമേ എന്താവും എന്നറിയില്ല. ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ആ അല്ല, റൈറ്റ് സൈഡിൽ കൂടെ കയറി വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സ്ലോ ആയിട്ട് പോടോ, സ്ലോ പോ, ഒരു ബോധവും ഇല്ലാതെ വന്നോളും. എൻജിൻ്റെ മുകളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോവും. ആ ആണ്ട് അടുത്തത്. അല്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ പോവും അങ്ങോട്ട്. സോ ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. നമ്മളങ്ങോട്ട് അതുകൊണ്ട് പതുക്കെ അങ്ങ് പോവാണ്. സ്ലോലി പോട്ടെ 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 പോട്ടെ. അയ്യോ ഗായ്സ്, നല്ല 8ൻ്റെ പരിപാടിയായിട്ടുണ്ട്. ഞാൻ ഈ ചേട്ടൻ്റെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ഫ്രണ്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ഓഫ്, ചെറിയൊരു കുഴി, അമ്മോ, കുഴിയിലിറങ്ങി. ഇവിടെ ഒരു കുഴിയുണ്ട്. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ്. ഓക്കെ, കുഴപ്പമില്ല, സെറ്റ് ആയി. ലെറ്റ് സി. എന്തായാലും ഫ്രണ്ടിൽ ആക്ച്വലി ജിയോയുടെ പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ കയറി പെട്രോൾ അടിക്കാം. ദാറ്റ് ഈസ് ബെറ്റർ. ഇങ്ങോട്ടധികം മഴ പെയ്തിട്ടില്ല. റെയിൻകോട്ട് ഊരി വെച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. ആക്ച്വലി നമ്മുടെ വൈറ്റ് ലൈനിൽ ഞാനൊരു കടയിൽ കയറാനൊരു പ്ലാനിങ് ഉണ്ട്. സോ അവിടെ കയറുമ്പോൾ ഇതെല്ലാം കൂടെ ഊരി വെക്കാമെന്നാണ്. എന്നിട്ട് വേണം, നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നടക്കാവെത്തി. ആൻഡ് ഇവിടെ നിന്ന് റൈറ്റ് പിറവം പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേ പോകുന്നതാണ് നല്ലത്. നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. പിറവം വഴി വരുമ്പോൾ അതിലേ വരുന്നതാണ് എളുപ്പം, പോകുമ്പോഴും അതിലേ പിറവത്തോട്ട് പോകുന്നതാണ് എളുപ്പം. സോ നമുക്ക് അവിടുന്ന് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ഈ വഴിയാണ് ഏറ്റവും എളുപ്പം. ആൻഡ് നിലവിൽ നടക്കാവ് കഴിഞ്ഞു. ആൻഡ് നമ്മൾ നേരെ വൈറ്റ് ലൈനിലോട്ടാണ് പോകുന്നത്. ആൻഡ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പുള്ളി ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 2:30-3 ആയപ്പോഴാണ് പുള്ളി എത്തിയത്. ആൻഡ് ഇതുവരെ വിളിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. കാരണം വാട്സപ്പിൽ ഞാൻ മെസ്സേജ് എന്തായാലും ഇട്ടിട്ടുണ്ട്. ആൾ കണ്ടു കഴിയുമ്പോൾ എന്തായാലും വിളിച്ചോളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വിളിക്കാതിരിക്കൊന്നുമില്ല. കാരണം ഞാൻ മെയിൻലി എന്ന് പറഞ്ഞാൽ ഇന്ന് പുള്ളിനെ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എറണാകുളം വന്നത്. കാരണം ഇതെൻ്റെ ഒരു ലിസ്റ്റിലില്ലായിരുന്നു എറണാകുളം വരിക എന്ന് പറഞ്ഞാൽ. ബിക്കോസ് വേറെ 1-2 കാര്യങ്ങൾ ഇനിയിപ്പം നിലവിൽ 3-ാം തീയതി 4-ാം തീയതിയൊക്കെ ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നിലവിൽ ഇന്നിപ്പോൾ നിലവിൽ എറണാകുളം പോകാനൊരു പ്ലാനിങ് ഇല്ലായിരുന്നു. പിന്നെ പുള്ളി വന്നു, ഇത്രയും ദൂരത്തു നിന്ന് വന്നു, സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്തുമാണ്. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് തന്നെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഇപ്പം അത് നടക്കോ ഇല്ലയോ എന്നെനിക്കറിയില്ല. നടപടി ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ, എന്തായാലും എറണാകുളം എത്തിയിട്ട് നോക്കാം. കാരണം ഞാനിപ്പോൾ ഈ വേറൊരു കാര്യം പറഞ്ഞത് നടക്കോ ഇല്ലയോ എന്ന് പറയാൻ വേറെ റീസൺ ഉണ്ട്. ബിക്കോസ് എന്നോട് പറഞ്ഞിരുന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരണം. ബിക്കോസ് എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല. ഇറങ്ങിയപ്പോഴും വിളിക്കാൻ സമയം കിട്ടിയില്ല. ഫോൺ എടുത്തിപ്പോൾ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി മഴ പെയ്യാനും എടുക്കാനും ഉള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് നിർത്താനും ഒരു മൈൻഡില്ല. അപ്പോൾ അതുകൊണ്ട് വിട്ടടിച്ച് പോവാണ്. ഇൻ കേസ് അവിടെ ചെന്നിട്ട് പോസിബിൾ ആണ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കാര്യങ്ങൾ സെറ്റാക്കുന്നതായിരിക്കും. നോക്കട്ടെ എന്തായാലും. പിന്നെ ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എറണാകുളം വരുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. എനിവേസ് ലെറ്റ് സി. സോ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ എത്താറായി. ഏകദേശം നമ്മൾ തൃപ്പൂണിത്തുറ ഭാഗത്താണിപ്പം. ആൻഡ് ഇവിടെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് വൈറ്റ് ലൈനിലോട്ട്. സോ ഫാർ സോ ഗുഡ്. നമ്മളിപ്പോൾ നിലവിൽ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 38-40 കിലോമീറ്ററായി. ഇടയ്ക്കൊരു മറ്റേ ആ വാട്ടർ ക്രോസിങ്ങിന് അവിടെ ഒരു ചെറിയൊരു ഡിലേ വന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും ഹെവി ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ എവിടെയും വെള്ളം കയറിയിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല.
എന്തായാലും ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 2018 വെള്ളം കയറിയ സമയത്ത് രാത്രി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ, അന്ന് ബസ്സൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടാൻ വന്ന സമയത്തൊക്കെ ഇതിലും വലിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ. തുരുത്തി ഭാഗത്തും നല്ല പോലെ വെള്ളം കയറി. രാത്രി എന്നിട്ടൊരു വലിയ ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു സ്വിഫ്റ്റുകാരനെ അടിച്ച് സ്പീഡിൽ വന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് തെന്നിപ്പോയിട്ട്, കാരണം ഇങ്ങനെ കുഴി പോലെ വെള്ളം കിടക്കുമോ, പുള്ളി കണ്ടില്ല. പുള്ളി നല്ല സ്പീഡിലാണ് വന്ന് തെന്നി അടിച്ച് നേരെ പോസ്റ്റേ പോയി ഇടിച്ച് പോസ്റ്റ് മറിഞ്ഞ് വീണ്. ഒന്നും പറയണ്ട. രാത്രി ഏകദേശം അന്ന് ഒരു 10:30 ആയപ്പോൾ വീട്ടിൽ ചെല്ലേണ്ട ഞാൻ വെളുപ്പിന് 3:30 ആയപ്പോഴാണ് വീട്ടിൽ ചെന്നത്. ഒരുത്തൻ കാരണം എന്തോ ഭയങ്കര സ്പീഡിൽ വന്നു. കാരണം ഇത്രയും മഴയും വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് പോലും ഒരു മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റുമല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. ഒന്നും നോക്കിയില്ല. പുള്ളി വന്ന് വണ്ടി അങ്ങോട്ട് വെള്ളത്തിലോട്ട് വന്ന് അടിച്ചിട്ട് ജമ്പ് ചെയ്ത് നേരെ എന്ന് ഒരു പോസ്റ്റേ വന്ന് ഒറ്റ കയറൽ. കാരണം ഞങ്ങൾക്ക് പിന്നെ ക്രോസ് ചെയ്യാൻ തന്നെ പേടിയായി. കാരണം പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇട്ടിട്ട് പോരാനും തോന്നിയില്ല. ഞങ്ങൾ പിന്നെ പോലീസുകാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ടാണ് ഒന്ന് ക്ലിയർ ചെയ്തത്. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഞാൻ ഇതിലെ എറണാകുളം വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ആ ഒരു ഇൻസിഡൻറ്റ്. കാരണം എന്തൊക്കെ പറഞ്ഞാൽ അന്ന് രാത്രി നേരത്തെ വീട്ടിലെത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ലോ. അപ്പം നമുക്കാണ് സംഭവിക്കുന്നതെങ്കിലോ, അങ്ങനെ നമ്മൾ ഓർക്കണമല്ലോ. ഒക്കെ മിസ്റ്റേക്ക് ഹാപ്പൻസ്. സോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ 2018. ഇതിപ്പോൾ നിലവിൽ നമ്മൾ ബൈപ്പാസ് കയറിയതാണ്. സോ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്, ഈസിയാണ്. നമുക്ക് വൈറ്റിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ ഇവിടുന്ന് എൻഡിങ്ങിൽ നിന്ന് റൈറ്റ് തിരിയുക. അതുപോലെ മരട് കുണ്ടന്നൂരൊക്കെ പോകേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിയുക. സോ ഇത് ഭയങ്കര ഈസിയസ്റ്റ് ആണ്. കാരണം കുറച്ചുകൂടെ, അല്ലെങ്കിൽ മറ്റേ വഴി എന്ന് പറഞ്ഞാൽ ബസ് മുഴുവൻ പോയി നല്ല രീതിയിൽ ജാമാണ്. ഒരിക്കലും മുട്ടി നിൽക്കരുത് വെള്ളത്തിലൂടെ നിങ്ങൾ വണ്ടി ക്രോസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ സ്ലോ ആയിരിക്കണം. മാക്സിമം എത്ര സ്ലോ ആക്കാൻ പറ്റുമോ അത്ര സ്ലോ ആയിരിക്കണം. ബിക്കോസ് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ബൈക്കാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് എന്തെങ്കിലും ചെറിയൊരു ഫ്രണ്ടിൽ ഒരാൾക്ക് ഇൻസിഡൻറ്റ് വന്നാൽ പുറകിലത്തെ ആൾ റിയാക്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ വീഴാനും എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ കൂടെ സ്പാർക്ക് പ്ലഗിലും എല്ലാം വെള്ളം കയറാനും ചാൻസ് ഉണ്ട്, ഓഫായി പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാറിലൊക്കെ പോകുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഭയങ്കര സ്പീഡിൽ വെള്ളം തെറിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ആ തെറിപ്പിക്കുന്ന വെള്ളം നേരെ വന്ന് നിങ്ങളുടെ സ്പാർക്ക് പ്ലഗിലൊക്കെ വന്ന് കയറും, എഞ്ചിൻ്റെ മുകളിലൊക്കെ കയറും, വണ്ടി അവിടെ വെച്ച് ചിലപ്പോൾ ഓഫ് ആവാനുള്ള സാധ്യതയുണ്ട്. വാവ്, നൈസ് ജിപ്സി. സോ അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെള്ളത്തിൽ 10 പേര് ഇറങ്ങി വന്ന് തള്ളേണ്ട വരും. കാരണം വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് 10 പേര് തള്ളിയാലും കരക്കെടുക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇതുപോലെ ഭയങ്കര വെള്ളമുള്ള സ്ഥലത്ത് മാക്സിമം സ്ലോ ആയിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു സേഫായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എസ്പെഷ്യലി ബൈക്ക് എന്ത് പറഞ്ഞാലും സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം ഡെഫിനറ്റ്ലി. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളം കയറുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാതെ നിയറസ്റ്റ് ഷോറൂമിൽ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ പണികൾ കിട്ടാനും ചാൻസസ് ഉണ്ട്. കാർമേഘം നല്ല പോലെ ഉണ്ട്. അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് തീർന്നില്ല. വേണ്ട വരുന്നു മഴയുടെ ഡ്രോപ്പ് വീണ് കഴിഞ്ഞു ഹെൽമെറ്റിൽ. ബട്ട് ഒരുപാട് പെയ്യല്ലേ തിരിച്ച് വീടെത്തുന്നവരെ പെയ്യാതിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഒരുപാട് വലിയ മഴയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ക്യാമറ എടുത്ത് അകത്ത് വെക്കും. കാരണം ഒരുപാട് വലിയ മഴയിൽ ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. സോ ഫാർ സോ ഗുഡ്. അങ്ങനെ വലിയ മഴയൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്തെടുത്ത് വെക്കാത്തത്. മാക്സിമം വ്ലോഗ് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് ഓർത്ത്. ഞാൻ ബേസിക്കലി രാത്രി എറണാകുളത്ത് വരാറുണ്ട്. വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വൈറ്റിലക്കാരൻ എന്ന് പറഞ്ഞൊരു 24 മണിക്കൂറും പ്രവർത്തിക്കുന്നൊരു കടയുണ്ട്. അവിടെ വരും, ഒരു കോഫി കുടിക്കും, തിരിച്ചു പോകും. സോ ഇതൊരു ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ചെറിയൊരു പ്രാന്താണ്. ഇഫ് യു ഡു ഗൈസ് ഡോണ്ട് മൈൻഡ്. കാരണം എന്നെപ്പോലെ തന്നെ പ്രാന്തന്മാരായിട്ടുള്ള വേറെ ആൾക്കാരും കാണും. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രാന്തുണ്ട്. ഇടയ്ക്ക് ഞാനിങ്ങനെ രാത്രി നൈറ്റ് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ യൂഷ്വലി ഐ വിൽ ഡൂ വൺ തിങ്. ഞാൻ നേരെ എറണാകുളത്തേക്ക് പോരും. രാത്രി ബൈക്ക് ഓടിച്ചിട്ട്, അതായത് ഞാനൊരു കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ബൈക്ക് ഓടിക്കും. ഇവിടെ വരും, ഇവിടെ വൈറ്റിലക്കാരൻ എന്ന് പറഞ്ഞ കടയുണ്ട്, അവിടെ ഒന്ന് ചായ കുടിക്കും. ഇനി ഇപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യാം. രാത്രി എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു ദിവസം. അത്രയും നേരം ഒരു മണിക്കൂർ 2 മണിക്കൂർ ബൈക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോയിട്ട് വരുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും എൻ്റെ പോകും. സോ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ റിലീഫാണ് ബൈക്ക് ഓടിയത്. അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എത്ര ടെൻഷനാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ ബൈക്ക് എടുത്ത് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഐ വിൽ ബി ഹാപ്പി.
അല്ല എൻ്റെ ആ ഒരു മൈൻഡൊക്കെ മാറിക്കിട്ടും, ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും. സോ ഏറ്റവും കൂടുതൽ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു റൈഡിങ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം എനിക്ക് ഈ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. ഈവൻ ഞാൻ കാർ ഓടിച്ച് വന്നാൽ പോലും ഞാൻ ടെൻഷനിലാണെങ്കിൽ പാട്ടെല്ലാം കേട്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് ഒരു 40, 50, 60 ഭയങ്കര സ്ലോ ആയിട്ട് 50 ഗിയർ ഇട്ടിട്ട് മാക്സിമം എത്ര സ്പീഡ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് ഞാൻ നല്ലപോലെ മ്യൂസിക് കേട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ബട്ട് ഐ റിയലി എൻജോയ് ദാറ്റ് തിങ്സ്. കാരണം എനിക്കത് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതെനിക്ക് ഭയങ്കര റിലീഫാണ്, ടെൻഷൻ റിലീഫാണ് എന്തൊക്കെ പറഞ്ഞാലും. സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ജിയോയുടെ പമ്പുണ്ട്, അവിടെ നിന്ന് നമുക്ക് കയറി പെട്രോൾ അടിക്കാം. ഇത് സോ ഇവിടെ 105.78 ഐ ഗസ്. കാരണം ജിയോയുടെ എല്ലാ പമ്പിലും ഒരേ വിലയാണെന്ന് തോന്നുന്നു എല്ലാ സ്ഥലത്തും. ബിക്കോസ് ഞാൻ ഏറ്റുമാനൂർ നോക്കിയപ്പോൾ 105.78 ഇവിടെയും ഐ തിങ്ക് 105.78 തോന്നുന്നു. എന്തായാലും കയറി നോക്കാം. ലാസ്റ്റ് ടൈം വന്നപ്പോൾ അതായിരുന്നു, അവർ മാറിയിട്ട് 105.43 ഗൈസ്. വെരി ഗുഡ്, 105.43. പിന്നെ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് അപ്പുറത്തൊരു കടയുണ്ടായിരുന്നു നമ്മൾ സ്ഥിരം കയറുന്നത്. സോ അവിടെ കുറേ നാളായി ഞാൻ കയറിയിട്ട്. കാരണം ലാസ്റ്റ് ഞാൻ വന്നപ്പോഴൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഡേ ടൈമിൽ അവരുടെ കടയുള്ളൂ. എന്നാൽ അവിടെ ഒന്ന് കയറാൻ നോർത്തപ്പോഴത്തേക്ക് അവിടെ അടച്ചിട്ടേക്കുന്നു. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ. അപ്പോൾ പെട്രോൾ നമ്മൾ അടിച്ചു 3 ലിറ്റർ ഇപ്പോൾ തൽക്കാലം അടിച്ചോളൂ. ബിക്കോസ് പെട്രോൾ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരുപാട് ഓവറായിട്ട് അങ്ങനെ അടിച്ചില്ല. ഇനിയിപ്പോൾ നിലവിൽ ഐ ആം പ്ലാനിങ് ഞാൻ നേരെ നമ്മുടെ വൈറ്റ്ലക്കാരൻ്റെ അവിടെ കയറിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ ഗായ്സ്, നല്ല അടിപൊളി മഴയായിരുന്നു. ഗോപ്രോ ആക്ച്വലി ഒന്ന് സർവീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് എപ്പോഴൊക്കെയോ എറർ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് സർവീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. കമൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, അതായത് ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വലത്തോട്ട് സിഗ്നൽ ഇടണം, എന്നിട്ട് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യണം, എന്നിട്ട് ഓവർടേക്ക് കഴിഞ്ഞ് ഇടത്തോട്ട് സിഗ്നൽ ഇടണം. ഓക്കെ, അപ്പോൾ റൈറ്റിലോട്ട് പോകാൻ വേണ്ടി ഏത് സിഗ്നൽ ഇടും? എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കാം. അങ്ങനെ ഒരു സംഭവം ഏത് റൂൾ ബുക്കിലാണ് പറഞ്ഞേക്കുന്നത്? അത് ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ആൾ തന്നെ ഒന്ന് പറയുക കേട്ടോ. ഇനി അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ എനിക്ക് പണ്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കയറ്റം ഉണ്ട് കേട്ടോ. സോ ഞാൻ ആ കയറ്റം ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അന്ന് എൻ്റെ കയ്യിൽ ആക്ടിവയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ആക്ടിവയിൽ. ഞാൻ വേറൊരു പുള്ളിയുടെ കാര്യത്തിന് വേണ്ടി പോവാം. അപ്പോൾ സംഭവം എന്നാ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകും. അപ്പോൾ അതിൻ്റെ വലത്തോട്ട്, ഈ കയറ്റത്തിൻ്റെ നടുക്കായിട്ട് വലത്തോട്ടൊരു ടേണിംഗ് ഉണ്ട്. പുള്ളി കാല് പുറത്തോട്ട് ഒറ്റ നീട്ട്. അപ്പോൾ ഞാൻ ആ കയറ്റം ആയതുകൊണ്ട് ആക്റ്റീവ് ഇച്ചിരി പുള്ളിങ് കുറവാണ്, ഇച്ചിരി സ്പീഡിലായിരുന്നു. ഞാൻ ആ കാലിൽ ചെന്ന് ഒറ്റ ഇടിച്ചപ്പോഴേ പുള്ളി എന്നെ തെറി പറഞ്ഞിട്ട് പറയുക, ഞാൻ സിഗ്നൽ ഇട്ടത് കണ്ടില്ലെന്ന്. ഞാൻ ചോദിച്ചു, ചേട്ടൻ അവിടെ സിഗ്നൽ ഇട്ടു? ഞാൻ കാല് കാണിച്ചത് കണ്ടില്ലെന്ന്. ഞാൻ ചിരിച്ചു പോയി ഗൈസ് അവിടെ ഇരുന്ന്. കാരണം ഞാൻ ചോദിച്ചു, ഇതൊക്കെയാണ് ഒരു സിഗ്നൽ കാണിക്കുന്നത്? അങ്ങനെ കൈ കൊണ്ട് കാണിക്കേണ്ടത് കാലുകൊണ്ട് കാണിച്ചാൽ മതിയോ എന്ന് പറഞ്ഞ പോലെയാണ് കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്യാൻ വായിച്ചപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ വലത്തോട്ട് സിഗ്നൽ ഇട്ടിട്ട് കയറണമെന്ന് പറഞ്ഞത്. എനിക്ക് നല്ല രീതിയിൽ ചിരിയാണ് വന്നത്. സോ ഓവർടേക്ക് ചെയ്യുമ്പോൾ മിറർ നോക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സമ്മതിക്കാം. സിഗ്നൽ ഇടണമെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വൈറ്റ്ല സിഗ്നലാണ് കേട്ടോ. ഇവിടെ എറണാകുളത്ത് ഏത് സിഗ്നലിൽ വന്നാലും എനിക്ക് തോന്നുന്നത് 3 മിനിറ്റോ എങ്ങാണ്ടാണ് സിഗ്നലിൻ്റെ ടൈമിങ്. ഐ ഡോണ്ട് നോ എന്താ അത്രയും വലിയ ടൈമിങ് വെച്ചേക്കുന്നത്. ബിക്കോസ് മേ ബി ട്രാഫിക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈ ഓവർ എല്ലാം പണിതതും എടുത്തതും എല്ലാം. ആൻഡ് ഇത്രയും മിനിറ്റ് ഇവിടെ കൊണ്ടിങ്ങനെ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ റൈറ്റിലോട്ട് തിരിയാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി ഞാൻ സിഗ്നൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ തിരിയുന്നതിന് സിഗ്നൽ ഇടണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. ഓവർടേക്ക് ചെയ്യുന്നതിന് റൈറ്റ് സിഗ്നൽ ഇട്ടിട്ട് ലെഫ്റ്റ് ഇടണമെന്ന് പറഞ്ഞാൽ കുറച്ച് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സോ വൈറ്റ്ലക്കാരൻ്റെ കടയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഈ ഫ്ലൈ ഓവർ കയറി താഴത്തെ വഴി കൂടെ വരണം. ആൻഡ് ഇവിടെ നമ്മുടെ ട്രയംഫിൻ്റെ ഷോറൂം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ട്രയംഫിൻ്റെ ഷോറൂം ഉണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മുടെ നേരെ വരിക, എന്നിട്ട് ഇവിടെ നിന്ന് റൈറ്റ് തിരിയണം. സോ ഈ റൈറ്റ് എടുക്കണം. സോ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സുസുക്കിയുടെ ഷോറൂം വരും. സോ ഇത് നമ്മൾ തിരിച്ച് ആക്ച്വലി വീട്ടിലോട്ട് പോകാൻ ഉള്ള വഴിയാണ്. ബട്ട് നമ്മൾ വൈറ്റ്ലക്കാരൻ്റെ കടയിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് ഇതിൽ വന്നത്. സോ ഇവിടെയാണ് നമ്മുടെ
സുസുക്കിയുടെ ഷോറൂം, ഹയബുസ ഒക്കെ ഉള്ള ഒരു പഴയ ഹയബുസ ജനറേഷൻ 1 അവിടെ ഇരിപ്പുണ്ടല്ലോ. സോ നമ്മൾ വൈറ്റിലക്കാരൻ്റെ അടുത്ത് പോയില്ല, അപ്പോൾ പകരം നമ്മൾ ഡീറ്റെയിലിംഗ് മാഫിയയിൽ പോവാണ്. ആൻഡ് ഡീറ്റെയിലിംഗ് മാഫിയയിൽ നമ്മൾ പോവാണ്. അവിടെ ഒരു ശകലം പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്തായാലും തിരിച്ചു വരാനൊരു പ്ലാനുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആലോചിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പോലെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ മഴയില്ലാത്തതുകൊണ്ട് റൈഡ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ആക്ച്വലി ഈ റെയിൻ കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോണ്ടല്ലോ ഒരുമാതിരി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. സോ മോസ്റ്റ്ലി അതുകൊണ്ടാണ് ഞാൻ റെയിൻ കോട്ടും കാര്യങ്ങളും ഇടാത്തത്. പിന്നെ ഒരുപാട് മഴയുള്ളപ്പോൾ പിന്നെ റെയിൻ കോട്ട് ഇടാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. സോ തിരിച്ചു പോകുമ്പം എന്തായാലും വേറെ, ഞാൻ നേരത്തെ ഒരു എക്സ്ക്ലൂസീവിൻ്റെ കാര്യം പറഞ്ഞത് അത് നടക്കത്തില്ല. ബിക്കോസ് നമ്മളെന്താണ് ഉദ്ദേശിച്ചത് അത് ആക്ച്വലി പുള്ളി പറഞ്ഞത് നോക്കുന്നുണ്ട്. ഒരു പെർമിഷൻ എടുത്ത് ഗ്രാൻഡഡ് ആവുമോ നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഡീറ്റെയിലിംഗ് മാഫിയയിൽ പോകുന്നു. ഡീറ്റെയിലിംഗ് മാഫിയയിൽ കുറച്ച് പരിപാടിയുണ്ട്. സോ നമ്മൾ അങ്ങനെ ഡീറ്റെയിലിംഗ് മാഫിയ എത്തി. സോ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്കിതിൻ്റെ ടാങ്ക് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി PPF ചെയ്യാൻ വേണ്ടി എത്രയാവുമെന്ന് എന്തായാലും ഒന്ന് അന്വേഷിക്കുകയും വേണം. സോ അങ്ങനെ 2-3 പരിപാടികൾ ഒന്നിച്ച് നടക്കും. ലെറ്റ്സ് സീ. എറണാകുളത്ത് ഇന്ന് അത്യാവശ്യം നല്ല മഴയായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പരിപാടിയിലായിരുന്നു. സോ ഞാനിപ്പോൾ നിലവിൽ നമ്മുടെ വൈറ്റില മെയിൻ ഹൈവേയിലോട്ട് ചെയ്യുന്ന വഴിയിലോട്ടെത്തി. ഇതാണ് നമ്മുടെ വൈറ്റിലക്കാരൻ കട. ഇതാണ്ട് ഒരു BS3 ഡ്യൂക്ക് പോകുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ എൻ്റെ ലാസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡ്യൂക്കിൻ്റെ ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഹോപ്പ്ഫുള്ളി കണ്ടു കാണും. കണ്ടവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴിയിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടില്ല. അവിടെ വെള്ളവും പിന്നെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ വെള്ളം കയറി കിടക്കുവാണ്. ഐ തിങ്ക് ഐ വാണ്ട് ഗോ ടു റൈഡ്. ഒരുപാട് വെള്ളം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ, ഒരുപാട് വെള്ളമാണെങ്കിൽ പണി കിട്ടും.